സൗഹൃദത്തിൽ, പ്രമേഹ രോഗവും രോഗിയും തമ്മിലൊരു സൗഹൃദത്തിൽ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകണമോ എന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യൻ. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പ്രമേഹമാണെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശേഷിച്ച ജീവിതം ശിക്ഷയുടെ കാലഘട്ടമാണ് അയാൾക്ക് സമ്മാനിക്കുന്നത്. ജീവിതത്തിൻ്റെ മറ്റ് എല്ലാ സൗഭാഗ്യങ്ങളും കവർന്നെടുക്കുന്ന രീതിയിലുള്ള ചികിത്സാവിധികൾ ആണ് ഇന്ന് രോഗികൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയം. പലപ്പോഴും പ്രമേഹം ഒരു വിധികർത്താവിൻ്റെ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ പ്രമേഹം എന്ന രോഗാവസ്ഥയെ വ്യത്യസ്തമായി അവതരിപ്പിക്കുകയാണ് പ്രഗത്ഭ ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ അബ്ദുസമദ് നാലകത്ത്. എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ച് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ജീവിത പാർട്ട്ണറെ പോലെ അല്ലെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഒരു പ്രമേഹത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതായിരിക്കണം ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം. പ്രമേഹം ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ലാബ് എന്ന് പറഞ്ഞു നിങ്ങളുടെ ഷുഗർ ഹൈ ആണ്, ജീവിതം നഷ്ടപ്പെട്ടു എന്നോ ജീവിതത്തിൻ്റെ നല്ല കാലം നഷ്ടപ്പെട്ടു, മധുരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു നിരാശയിലേക്ക് പോകാതെ ഐ ഗോട്ട് എ കമ്പാനിയൻ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കമ്പാനിയൻ എൻ്റെ കൂടെയുണ്ട്, പക്ഷെ അതെൻ്റെ പരിധിക്ക് നമ്മൾ പക്ഷികളെ വളർത്തുന്നില്ലേ, ബുദ്ധിമുട്ടുള്ള പാർട്ട്ണറിന് കൂടെ ജീവിക്കുന്നില്ലേ, ഒരു കാലത്ത് ഏറ്റവും വലിയ അപകടമായിരുന്ന ന്യൂക്ലിയർ എനർജിയെ നമ്മൾ കൺട്രോൾ ചെയ്ത് സബ്മറൈൻസും എനർജിയുമായി ഉപയോഗിക്കുന്നില്ലേ. അതുമാതിരി നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ഹോർമോൺ കുറച്ച് പ്രവർത്തിക്കാത്തത് മൂലം ശരീരത്തിൽ അല്പം ഷുഗർ കൂടുതലുണ്ട്. അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഫ്രണ്ടാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ മാധുര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ മുന്നോട്ട് പോകാം. Follow Ayurveda and say Namaste to good health. Come, discover your well-being. Shri Shri Ayurveda Panchakarma, bringing balance to your life. ഡയബറ്റീസിനെ പ്രധാനമായും നമ്മൾ 4ആയി തരംതിരിക്കുന്നു. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, രണ്ടാമതായി വരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മുടെ പ്രമേഹ രോഗികളിലെ 90% വരുന്ന ചങ്ക്, അതായത് മാസ് പേഷ്യൻസ് വരുന്നത്. മൂന്നാമതായി വരുന്നത് മറ്റു അസുഖങ്ങളുടെയും മരുന്നുകളുടെയും പാർശ്വഫലമായി അതല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ആയി വരുന്ന ഡയബറ്റീസ്, അതിന് സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയും. നാലാമതായി വരുന്ന ആൻറ്റിറ്റിയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭിണികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രമേഹ രോഗം. ഇതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവിതശൈലി രോഗമല്ല. ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിന് വരുന്ന ജനിതകമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന പൊല്യൂഷൻസ്, അതല്ലെങ്കിൽ ചില മിൽക്ക് അലർജി, ചില ആൻറ്റിബയോട്ടിക്, ഇതിൻ്റെ ഭാഗമായി ബേസിക്കലി അവർക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെൽസ് നഷ്ടപ്പെടുന്നു. ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് ഒറ്റ ട്രീറ്റ്മെൻറ്റ്, ഒരു ചികിത്സാ രീതി മാത്രമേ അവൈലബിൾ ഉള്ളൂ, അതായത് ഇൻസുലിൻ പുറത്തു നിന്ന് അവർക്ക് നൽകണം. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പ്രമേഹ രോഗചികിത്സയിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരുന്നു ഇൻസുലിൻ്റെ കണ്ടുപിടുത്തം. ജീവിതശൈലിയുടെ പ്രഹരം ഏൽക്കുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് താളപ്പിഴവുകൾ സംഭവിക്കുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കുന്ന ശരീരത്തിൻ്റെ ശേഷി കുറയുന്നു. പ്രമേഹം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. പ്രമേഹത്തിലെ ഏറ്റവും പ്രധാന വർഷം 1923 അന്നാണ് ആദ്യമായി ബെൻഡിങ് ഇൻസുലിൻ എന്ന ഹോർമോൺ കണ്ടെത്തുന്നതും ഇൻസുലിൻ്റെ കുറവ് മൂലമാണ് ഷുഗർ ഉണ്ടാകുന്നതെന്നും ഈ ഇൻസുലിൻ ആദ്യമായി പോർക്കിൽ നിന്നും നമ്മുടെ ബീഫ് ഇൻസുലിനും പോർക്ക് ഇൻസുലിനുമാണ് യൂസ് ചെയ്തിരുന്നത് ആ കാലത്ത്. ഇത് ശരീരത്തിലേക്ക് കൊടുക്കുന്നതിലൂടെ ഈ ഡയബറ്റീസ് ഉള്ളവരെ നമുക്ക് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നും ആദ്യമായി കണ്ടെത്തുന്നതും ആ ഒരു കണ്ടുപിടുത്തമാണ് ഒരു പക്ഷേ ഡയബറ്റിസ് ട്രീറ്റ്മെൻറ്റിൻ്റെ റെവല്യൂഷണറൈസ് ചെയ്തു. നമ്മൾ മരുന്നിലൂടെയും ഇൻസുലിനിലൂടെയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ബേസിക്കലി ഇൻസുലിൻ്റെ അളവ് കൂട്ടാനോ അല്ലെങ്കിൽ ഇൻസുലിൻ അധിക സമയം ശരീരത്തിൽ നിർത്താനോ ഉള്ള ശ്രമമാണ്. മറ്റ് ഏത് രോഗത്തിനും കാരണങ്ങളെ അപഗ്രഥിച്ച് വളരെ കൃത്യമായ ഗവേഷണവും വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നു. എന്നാൽ പ്രമേഹം എന്ന രോഗാവസ്ഥയ്ക്ക് പ്രധാന കാരണമായി വരുന്നത് ജീവിതശൈലിയാണ്.
ഒരു വ്യക്തിയുടെ അശാസ്ത്രീയമായ ജീവിതശൈലിയുടെ ഫലമായി ശരീരത്തിൻ്റെ താളം തെറ്റുന്നു. അത് പതിയെ ഇൻസുലിൻ ഉൽപ്പാദനത്തെ ബാധിക്കുന്നു. പ്രമേഹം എന്ന രോഗാവസ്ഥ പതിയെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രമേഹത്തിൻ്റെ ഏറ്റവും കൂടുതലായി വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ തന്നെ 4ാം വിഭാഗത്തിൽ വന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഈ 2 എൻറ്റിറ്റീസും പ്രധാനമായും സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, ബട്ട് അതിൻ്റെ പ്രവർത്തനം വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒബീസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്. വിശ്രമമില്ലാത്ത ശരീരവും പിരിമുറുക്കമുള്ള മനസ്സും കാലം തെറ്റിയ ഭക്ഷണക്രമവും മനസ്സിൻ്റെയും ശരീരത്തെയും അടിമുടി ബാധിക്കുന്നു. ഇത്തരത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വീർപ്പുമുട്ടലിൻ്റെ ബാക്കിപത്രമായി വളരുകയാണ് പ്രമേഹം. യുവത്വം കൊണ്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ചു തീർത്തതെല്ലാം ചെറുപ്പം നെയ്തെടുത്ത സ്വപ്നങ്ങൾക്കരികിൽ വിറങ്ങലിച്ചു വിൽക്കുകയാണ് യുവത്വം. മൂന്നാമത് വരുന്ന എൻറ്റിറ്റി അത് മറ്റ് രോഗങ്ങളുടെ ഭാഗമായോ അതല്ലെങ്കിൽ നമ്മൾ പല അസുഖങ്ങൾക്കും എടുക്കുന്ന സ്റ്റിറോയിഡ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള മെഡിസിൻസിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നു. ഈ ഒരു അവസ്ഥയെ ഈ മരുന്ന് വിഡ്രോ ചെയ്യുന്നതിലൂടെ നമ്മളത് ഏതാണ് ആ മരുന്ന് എന്ന് കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിലൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ അടിമുടി മാറുമ്പോൾ രോഗത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. രോഗത്തിന് ഇരയാകും എന്ന് വിചാരിച്ച് ടെക്നോളജിയും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഒന്നും നമുക്ക് ഉപേക്ഷിക്കാനാവില്ല. കണ്ണിന് അസുഖം വരും എന്ന് കരുതി ആരെങ്കിലും കമ്പ്യൂട്ടർ ഉപേക്ഷിക്കുമോ? ഇല്ല. എന്നാൽ അനാരോഗ്യം പ്രദാനം ചെയ്യുന്ന ജീവിത ശൈലികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. വികലമായ ഭക്ഷണക്രമവും തെറ്റായ ശൈലികൾ ഉണ്ടാക്കുന്ന രോഗത്തെപ്പറ്റിയും ചികിത്സകളെപ്പറ്റിയും ഉള്ള അവബോധം നമ്മുടെ ജീവിത നിലവാരം ഉയർത്തും എന്നത് തീർച്ചയാണ്. പാശ്ചാത്യർ എപ്പോഴും ഉദാഹരിക്കുന്നതും ഇതുതന്നെയാണ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ലൈഫ്. രോഗം തരുന്ന ജീവിതക്രമങ്ങളെ പാടെ ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്. അവബോധത്തോടെയുള്ള ജീവിത ക്രമീകരണം ആവശ്യമാണ്. 4ാമത്തെ അവസ്ഥ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ കാര്യമായ മാർഗങ്ങളില്ല. ഫുഡ് കൺട്രോൾ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്ഷണ ക്രമീകരണം ഭാവി തലമുറയെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ പോഷകാഹാരങ്ങളിലുള്ള കുറവ് നമുക്ക് വരുത്താൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് നമുക്കത് ഏർലി ഡിറ്റക്ഷൻ കണ്ടെത്താൻ എന്താണ്, മുമ്പ് പഴയ പ്രസവത്തിൽ വലിയ കുട്ടികളുണ്ടായിട്ടുണ്ടോ, വയറ് സാധാരണതയിൽ കൂടുതലായി വളർന്നു വരുന്നുണ്ടോ, അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റിക് ആണോ, അതല്ലെങ്കിൽ ഈ അമ്മ ഓവർ വെയ്റ്റ് ആയിരുന്നു, ശരിയായ രീതിയിൽ അവർക്ക് മെൻസ്ട്രേഷൻസ് വരാത്തവരായിരുന്നു എന്നുള്ള ലക്ഷണങ്ങൾ വെച്ച് ആവശ്യമായ GTT എന്നുള്ള ടെസ്റ്റുകൾ വഴി കണ്ടെത്തി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. Follow Ayurveda and say Namaste to good health. Come, discover your well-being. Shri Shri Ayurveda Panchakarma, bringing balance to your life. മേന്മയെന്നാൽ ബ്യൂറക്സ് മാട്രസസ്, ഭംഗിക്ക് ബ്യൂറക്സ് കുഷ്യൻസ്, ലോലമാണെങ്കിൽ ബ്യൂറക്സ് പില്ലോസ്, അലങ്കാരം എന്നാലോ ബ്യൂറക്സ് ബോൾസ്റ്റേഴ്സ്. ഈടുനിൽപ്പിന്റെ പര്യായം ബ്യൂറക്സ്. ഉറക്കം ഒരു അനുഭൂതിയാണ് ബ്യൂറക്സ് ഉണ്ടെങ്കിൽ. പ്രായവും കാലവും നോക്കാതെ ജീവിതത്തെ പിടികൂടുന്ന പ്രമേഹത്തിന്റെ കാരണക്കാരിൽ പ്രധാനിയായ ജീവിതശൈലി പരിഷ്കരണത്തിൽ ജീവിതത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്. അതിൻ്റെ മേൽ കൂടുതൽ മനപ്രയാസമുണ്ടാക്കുന്ന വിലക്കുകൾ, സമ്മർദ്ദങ്ങൾ പ്രമേഹ ചികിത്സയിൽ ഏറിവരുന്നു. കൂനിന്മേൽ കുരു എന്ന് പറയും പോലെ. ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്കും അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് ജീവിതശൈലി മാറ്റം എന്നുള്ളത് കൊണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഭാരമുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. ഈ ഒരു നോർമൽ കൺട്രോളിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസായ ഇൻസുലിനും മറ്റ് ഹോർമോൺസിനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഈ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഓവർ വെയ്റ്റ് വരുമ്പോഴാണ്. അതല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള എക്സസൈസ് ഇല്ലാത്ത ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് തിരിയുമ്പോഴാണ്. ഭക്ഷണങ്ങളായി വരുന്നത് എപ്പോഴും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള കോളാസ്, അതല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ, മറ്റ് ജങ്ക് ഫുഡ്സാണ് വരുന്നത്. അപ്പോൾ ഇത്തരമൊരു ജീവിതാവസ്ഥയെ നമ്മൾ മാറ്റി
നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം. കാർബോഹൈഡ്രേറ്റ്സിൽ എന്താണ് വ്യത്യാസം വരുന്നത്? 2 തരം. റിഫൈൻഡ് അതായത് നമ്മുടെ ഹസ്കില്ല, നമ്മുടെ അരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കവറുള്ള അരിയാണെങ്കിൽ അബ്സോർപ്ഷൻ്റെ സമയം കുറവാണ്, അതായത് കുറച്ച് സമയം കൊണ്ടാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഷുഗർ ഇൻക്രീസ് ചെയ്യുന്നത് കുറവായിരിക്കും. അതേസമയം തന്നെ നമ്മളത് പൗഡേർഡ് യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഷുഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ ഷൂട്ടാണ്. അപ്പോൾ അതൊന്ന് മാറി ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഷുഗർ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാറി മോർ ഫൈബറുള്ള മോർ ഹസ്കുകളുള്ള അത്തരം ഫുഡിലേക്ക് മാറുന്നതിലൂടെ നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ധാന്യങ്ങളെ അതിൻ്റെ നല്ല അംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് നാം നമ്മുടെ ആഹാര രീതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണമായി അരി. ഇതിന് പുറമെയുള്ള തവിട് മാറ്റിക്കൊണ്ടാണ് നാം ഇത് കഴിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജം മാത്രമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയ തവിട് നമ്മൾ ഒഴിവാക്കപ്പെടുന്നു. Follow Ayurveda and say Namaste to good health. Come, discover your well-being. Shri Shri Ayurveda Panchakarma, bringing balance to your life. മേന്മയെന്നാൽ ബ്യൂറക്സ് മാട്രസസ്, ഭംഗിക്ക് ബ്യൂറക്സ് കുഷ്യൻസ്, ലോലമാണെങ്കിൽ ബ്യൂറക്സ് പില്ലോസ്, അലങ്കാരം എന്നാലോ ബ്യൂറക്സ് പോൾസ്റ്റേഴ്സ്. ഈടുനിൽപ്പിന്റെ പര്യായം ബ്യൂറാക്സ്. ഉറക്കം ഒരനുഭൂതിയാണ്, ബ്യൂറാക്സ് ഉണ്ടെങ്കിൽ. ജീവിതശൈലി പരിഷ്കരണത്തിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് ശരീരത്തിന് ആവശ്യമായ വ്യായാമം കൊടുക്കൽ. എന്നാൽ കാളപെറ്റു കയറെടുക്കൂ എന്നതുപോലെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് വ്യായാമ മുറകൾ ആരംഭിക്കാതെ ശാസ്ത്രീയമായ മുൻകരുതലോടെ വേണം വ്യായാമ മുറകൾ പരിശീലിക്കാനെന്ന് ഡോക്ടർ പറയുന്നു. പ്രമേഹ രോഗി ഒരു എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ അതിലേക്ക് ഒരു പ്ലാൻഡ് എക്സസൈസിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു കാർഡിയാക് ചെക്കപ്പും അവരുടെ സെൻസേഷനുകൾ, അതായത് പെരിഫറൽ ന്യൂറോപ്പതി കാരണം അവരെ നഷ്ടപ്പെട്ട കാലിൻ്റെ സെൻസേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ടെസ്റ്റുകളും തീർച്ചയായും ചെയ്തിരിക്കണം. അതിന് ശേഷം മാത്രമേ, അതായത് സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ടില്ല, അവരുടെ പ്രഷർ സെൻസേഷനും പെയിൻ സെൻസേഷനും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പ്ലാൻഡ് എക്സസൈസിലേക്ക് നമ്മൾ തിരിയാൻ പറ്റൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്വിമ്മിങ് ചെയ്യാവുന്നതാണ്. ഹെവി എക്സസൈസ് എപ്പോഴും സ്റ്റെപ്പ് അപ്പ് പാറ്റേൺ ആയിരിക്കണം. അതായത് ഇന്ന് പോയി ഒറ്റയടിക്ക് 30 മിനിറ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് സയൻറ്റിഫിക്കലി അല്ല. രോഗം അതിൻ്റെ അപായഘട്ടങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പായി ശരീരത്തിൽ ഇൻസുലിൻ്റെ താളപ്പിഴവുകൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുക എന്നതാണ് പ്രമേഹ രോഗ ചികിത്സയിലെ ആദ്യപടി. കണ്ടുപിടിക്കപ്പെട്ട പ്രമേഹം ഏതു തരത്തിലുള്ള ആയാലും ജീവിതശൈലിയുടെ പുനർക്രമീകരണമാണ് ഇന്ന് പ്രമേഹ രോഗ ചികിത്സയുടെ പുതിയ വെല്ലുവിളി. പ്രമേഹം എങ്ങനെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു എന്ന് അവർ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ADA അംഗീകരിച്ചിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ഷുഗർ മോർ ദാൻ 126, അതല്ലെങ്കിൽ ഒരു റാൻഡം ഷുഗർ വിത്ത് ഷുഗറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ദാഹം, അല്ലെങ്കിൽ മൂത്രം കൂടുതലായി ഒഴിക്കപ്പെടുക, റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ദാഹം, പോളിഡിപ്സിയ, പോളിഫാജിയ എന്നാണ്, അതായത് വിശപ്പ് കൂടുതലുള്ള അവസ്ഥ. ഈ അവസ്ഥയോട് കൂടി ഷുഗർ 200-ൽ കൂടുതൽ കാണുക, ഒരു RBS റാൻഡം ചെക്കപ്പ്, അല്ലെങ്കിൽ 2 അവർ പോസ്റ്റ് ബ്രാൻഡിയൽ ഷുഗർ 200-ൽ മേലെ കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒന്നുണ്ട് ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ HbA1c, നമ്മൾ പലരും ചെക്ക് ചെയ്തിട്ടുണ്ടാവാം, അത് മോർ ദാൻ 6.5. ഇത് ഏതെങ്കിലും ഉള്ളവരെയാണ് നമ്മൾ പ്രമേഹ രോഗി എന്നുള്ളത് ബ്രാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രമേഹം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. പല നാളുകളായി കൊണ്ടു നടക്കുന്ന ശീലങ്ങൾ ഒറ്റയടിക്ക് മാറണം എന്ന് പറയുമ്പോഴൊക്കെയാണ് പ്രമേഹ രോഗ ചികിത്സ രോഗിക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നത്. ഇന്നു മുതൽ പഞ്ചസാര ഉപേക്ഷിക്കണം, വ്യായാമം വേണം, ഭക്ഷണം കുറയ്ക്കണം എന്നിങ്ങനെയുള്ള ഉഗ്രശാസനകൾ രോഗിക്ക് ആശ്വാസത്തെക്കാൾ ഉപരിയായി പ്രഹരമുണ്ടാവുന്നിടത്താണ് ഡോക്ടർ അബ്ദുസമ്മദ് തൻ്റെ പുതിയ ചികിത്സാ രീതി മുന്നോട്ട് വയ്ക്കുന്നത്. ഹാപ്പിലി ഡയബറ്റിക്. ഇന്ന് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തു, ഈ ഒരു റിപ്പോർട്ട് കണ്ടു, അതോടുകൂടി എല്ലാവരും കൂടി നമ്മളെ ഒരു പ്രമേഹ രോഗിയാക്കി. നമ്മുടെ മനസ്സിലും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിലും നമ്മൾ ഒരു രോഗിയായി മാറി, അതും ഒരു മാറാ രോഗി. ജീവിതത്തിൽ ഇനി മധുരം കഴിക്കാൻ പാടില്ല,
ചോറ് കഴിക്കാൻ പാടില്ല, പായസം കഴിക്കാൻ പാടില്ല, ഒരുപാട് നിബന്ധനകൾ. ഇതാണ് നമ്മൾ സാധാരണഗതി അതിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നെത്തും, ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ജീവിതത്തിൻ്റെ മാധുര്യങ്ങളും മറ്റും വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലും ഒരു നിരാശ, നമ്മുടെ കൂടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ലൈഫ് പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മുടെ രോഗി നാളെ ചിലപ്പോൾ വേറെ എന്തോ ഹാർട്ട് അസുഖം വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഒരു നിരാശ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വളരെ സങ്കീർണമായ ജീവിതചര്യകൾ, ജീവിതശൈലികൾ എന്നിവ കൊണ്ട് പ്രമേഹം എന്ന രോഗാവസ്ഥയ്ക്ക് അടിമപ്പെടുന്ന ലോകത്തിൻ്റെ ഭൂരിഭാഗം ആളുകൾക്ക് പലപ്പോഴും അതിൻ്റെ ചികിത്സ എന്നത് ഒരു കീറാമുട്ടിയാണ്. ഒരാളിൽ പ്രമേഹം ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്. എന്നാൽ പല ചികിത്സകളും ആരംഭിക്കുന്നത് ശരീരത്തിൽ നിന്നാണ്. ശരീരത്തിന് മാത്രമുള്ള ചികിത്സ കൊണ്ട് പ്രമേഹ ചികിത്സ പൂർണ്ണമാവുന്നില്ല എന്നതാണ് ഡോക്ടർ പറയുന്നത്. രോഗിയുടെ മനസ്സിനും ചികിത്സ ആവശ്യമാണ്. ഇവിടെയാണ് ഡോക്ടർ അബ്ദുൾ സമദ് വ്യത്യസ്തനാകുന്നത്. ഹാപ്പിലി ഡയബറ്റിക്. ഹൗ വി ക്യാൻ ലിവ് ഹാപ്പിലി വിത്ത് ഡയബറ്റീസ്? ജീവിതത്തിൻ്റെ മാധുര്യങ്ങളെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു അസുഖമായി, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു നിരാശ ബാധിക്കുന്ന ഒരു അസുഖം എന്നുള്ള നിലയിൽ നിന്നും മാറി നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് റെഗുലറായ ചെക്കപ്പുകൾ വഴി, റെഗുലറായ വ്യായാമങ്ങൾ വഴി, ഒരല്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചും ഭക്ഷണ ക്രമീകരണവും വഴി മറ്റേതൊരാളുടെയും പോലെ അയാൾ ജീവിതത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസിയോ ലൈഫിൻ്റെ സന്തോഷങ്ങളോ നഷ്ടപ്പെടാത്ത തരത്തിൽ, അതായത് ഷുഗറിന് വരുന്ന പല കോംപ്ലിക്കേഷൻ നമുക്കറിയാം. ഹാർട്ട് ഡിസീസസ്, കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, വൃക്കരോഗങ്ങൾ, കയ്യിലും കാലിലും ബാധിക്കുന്ന അംഗവൈകല്യങ്ങൾ, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ലൈംഗിക ശക്തി ഇല്ലാതാകുന്ന ഇത്തരം ഭാഗങ്ങളിലേക്കൊക്കെ എല്ലാം പോകുന്നത് നമ്മുടെ ലോങ് ടേം നിൽക്കുന്ന ഹൈ ഷുഗർ ലെവലാണ്. ജീവിതശൈലികൾ കൊണ്ട് പരിക്കുപറ്റിയ ജീവിതത്തെ പുതിയ പരിഷ്കരണം കൊണ്ട് എങ്ങനെ പുതിയ പരിക്കുകൾ ഇല്ലാതെ ചികിത്സിക്കാം എന്നതിലാണ് ഡോക്ടർ അബ്ദുൾ സമദ് എന്ന പ്രതിഭയുടെ അന്വേഷണം. ഇതിന് പ്രമേഹ രോഗ ചികിത്സയിൽ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ നേടിയെടുത്ത വൈദഗ്ധ്യം അദ്ദേഹത്തിന് കൂട്ടായി. നിങ്ങളുടെ ഹോപ്പുകൾ നഷ്ടപ്പെടാതെ, ജീവിതത്തിൻ്റെ മാധുര്യങ്ങൾ നഷ്ടപ്പെടാതെ സന്തോഷകരമായി തന്നെ ഒരു നോട്ടി ഫ്രണ്ടിനെ കൊണ്ട് ജീവിക്കാം. പലപ്പോഴും പ്രമേഹ രോഗ ചികിത്സ രോഗിയുടെ സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും ദൂരത്തേക്ക് മാറ്റി ആസ്വദിക്കാനുള്ള ജീവിതം നരകതുല്യമാക്കി മാറ്റുന്നു. ഡോക്ടർ അബ്ദുൾ സമദിന്റെ ഹാപ്പിലി ഡയബറ്റിക്കിന് ഇന്ന് പ്രചാരം ഏറുകയാണ്. പ്രമേഹത്തിന്റെ സന്തോഷത്തിന്റെ ചികിത്സ കോഴിക്കോട്ടെ അന്തർദേശീയ സ്ഥാപനങ്ങളായ ആസ്റ്റൺ, മെട്രോ പോലുള്ള ഹോസ്പിറ്റലുകളിലാണ് ഹാപ്പി ക്ലിനിക്കുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ തന്നെയാണ്. ഡോക്ടർമാരുടെ അഡ്വൈസോടുകൂടി നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ നമ്മളുടെ ശരീരം ആർജിക്കുന്ന കരുത്ത്, രോഗപ്രതിരോധ ശക്തി സ്വയം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മളുടെ ഡിസോർഡറുകളെ സ്വീകരിച്ച് അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ സ്വയം കൊണ്ടുവരണം. ഈ ഒരു അവസ്ഥ തന്നെയാണ് ഹാപ്പിലി ടു ബി ഡയബറ്റിക് എന്ന അവസ്ഥ ഞാൻ അംഗീകരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചികിത്സാ മാർഗങ്ങളുമായി ടൈഡ്സ്, ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സ്. ടൈഡ്സ്, ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സ് എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 5:30. See you next week, next time. Goodbye.